ഇന്ന് ഭാഗവതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വിശിഷ്ട അതിഥി ഇന്ന് എൻ്റെ ഇല്ലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കും നമ്മളുടെ കുടുംബത്തിലും നല്ലൊരു സമയത്താണ് ഒരു അതിഥി അല്ലെ. നമ്മള് യുഗളഗീതം പൂർണ്ണമായിട്ടും ഓരോ യുഗളങ്ങൾ 12 യുഗളങ്ങളും ഭഗവാന്റെ ലീലകളെ ആസ്വദിച്ച് ഗോപികമാരുടെ ഭക്തിയെ കുറിച്ചൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഭഗവാന്റെ ഒരു സ്വരൂപത്തിലാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പേരും അങ്ങനെ തന്നെയാണ്, ശ്രീകാന്ത ശർമ്മ. അദ്ദേഹം പേര് കേട്ടതായിട്ടുള്ള ഭാഗവതോത്തമനാണ്, പാലക്കാട്. ആ ശ്രീകാന്ത ശർമാജി അദ്ദേഹം ഇന്നലെ ഇവിടെ കോട്ടയത്ത് ഒരു ഫംഗ്ഷൻ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അപ്പം വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ എനിക്ക് തോന്നി അല്ലെ, ശ്രീകാന്തനായിട്ടുള്ള ഭഗവാൻ അവരുടെ അടുത്ത് മടക്കയാത്രയോടുകൂടി എത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പൊ ഇനി ആ ഒരു യുഗളഗീതത്തെ കുറിച്ച് നമുക്ക് ആ ആചാര്യനിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ ഒരു സത്സംഗത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതിനെ ഒരു ധന്യമായിട്ട് കണ്ടുകൊണ്ട് ചെറിയ ഒരു ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി എൻ്റേതായിട്ടുള്ള വാക്കുകൾ ഞാൻ ഈ ഒരു സത്സംഗത്തിലെ തുളസീതളങ്ങളായിട്ട് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യസ്യാത്മഭൂതസ്യ ഗുരുപ്രസാദാത് അഹം വിമുക്തോസ്മി ശരീരബന്ധാത് സർവോപദേഷ്ടു പുരുഷോത്തമസ്യ തസ്യംഗ്രീപ്മം പ്രണതോസ്മി നിത്യം. പ്രഹ്ലാദനാരദപരാശരപുണ്ഡരീകം വ്യാസാംബരീഷശുകശൗനകഭീഷ്മദാഭ്യാൻ രുക്മംഗദാർജുനവസിഷ്ഠവിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. ഹരേർനാമൈവ നാമൈവ നാമൈവ മമ ജീവനം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥാം. നാമകീർത്തനമാത്രേണ സുപ്രസന്നം കൃപാനിധിം ഭക്തകോലാഹലം വന്ദേ ഭക്താഭീഷ്ടഫലപ്രദം. നമോ ഭഗവതേ തസ്മൈ വാസുദേവായ ദക്ഷിണേ ഹരയേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം എന്നത് കലികാലത്തില് വന്ന് ജനിച്ചതായ ഓരോരോ ജീവന്മാർക്കും വലിയ ഒരു അനുഗ്രഹമാണ്. ശ്രീശുകൻ തന്നെ അത് എന്തുകൊണ്ടാണ് പരീക്ഷത്തിന് ഉപദേശിച്ചത് എന്ന് ചോദിക്കുന്ന വേളയില് നമുക്ക് പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ അതിന് ഒരു പ്രാമാണികമായിട്ട് ശ്ലോകങ്ങൾ എടുത്തു പറയാം. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം എന്ന് പറയുന്നത്, സംസാരിയായ ഒരുവന് കരയേറാനായിട്ടുള്ള ഒരു ഉപായം എന്ന് ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തെ നമുക്ക് നൽകി. അത് പര്യന്തമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നാരായണൻ ബ്രഹ്മാവിന് കൊടുത്തു, ഒരാളാണ്. പിന്നീട് ബ്രഹ്മാവ് നാരദന് കൊടുത്ത് ഒരാളാണ്. നാരദൻ വ്യാസന് കൊടുത്തു, ഒരാളാണ്. വ്യാസൻ ശുകന് കൊടുത്തു, ഒരാളാണ്. ശുകൻ പരീക്ഷത്തിന് കൊടുക്കുന്ന വേളയിൽ അനവധി ആളുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് കാര്യം. ഇനി ആ ശുകൻ തന്നെ പിന്നീട് ലോകത്തിന് മുഴുവൻ ഈ ഭാഗവത രസം വ്യാപിക്കുവാൻ വേണ്ടി, ഓരോരോ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ വേണ്ടി നമുക്ക് ഒരു വിളക്ക് കത്തിച്ച് വെച്ചു. അതാണ് സൂതൻ. ആ സൂതനിലൂടെയാണ് ഇന്ന് ഭാഗവതത്തെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള
ശ്രീമദ് ഭാഗവതം ശരിക്ക് ഭഗവാന്റെ ലീലകള് അനുസ്മരിക്കാൻ വേണ്ടി കലിയിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മോക്ഷസാധകമായിട്ടുള്ളതാണ് പുരാണ ശ്രവണം എന്നത്. വേറെ കുറെ മാർഗങ്ങളുണ്ട്. യാഗം, യോഗം, ദാനം, ഇങ്ങനെ പല പല മാർഗങ്ങളുണ്ട്. എന്നാൽ നമുക്ക് കലിയിലെ ശ്രവണ മാത്രത്താൽ, കേൾക്കുന്ന മാത്രയിൽ പ്രയോജനം, വേറെ ഒന്നിനും നമുക്ക് ഈ ഒരു അവസ്ഥാവിശേഷം ഇല്ല എന്ന് പറയാം. കേട്ട മാത്രയിൽ പ്രയോജനം എന്നുള്ളത് പുരാണ ശ്രവണത്തിന് മാത്രമാണ്, ഭഗവൻ നാമത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുക 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 എന്ന ഒരൊറ്റ ലക്ഷ്യമായിരിക്കണം നമ്മുടെ എല്ലാം ഉള്ളിൽ. ചിത്തശുദ്ധി മറ്റൊന്നുകൊണ്ടും വരില്ല. ചിത്തം എന്നത് കലിയിൽ ജനിച്ചതായിട്ടുള്ള ജീവന്മാർക്കൊക്കെ ചിത്തം മലിനമാണ്. കാരണം എന്താ? നമ്മൾ ഭക്ഷിക്കുന്നത് മുഴുവൻ നമ്മൾ ചെയ്തതായിട്ടുള്ള കുകർമ്മങ്ങളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് അതിലൂടെ സമ്പാദിച്ചതായിട്ടുള്ള സ്വത്തുക്കള്, ധനധാന്യങ്ങള്, ഇവകളെ കൊണ്ട് നമ്മൾ നമ്മുടെ വയറ് നിറയ്ക്കുന്ന വേളയിൽ നമ്മുടെ ആ മനസ്സ്, ചിത്തം മലിനമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മലിനമായ ചിത്തത്തെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാ ശുദ്ധീകരിക്കുക? നമ്മൾ ശരീരം സോപ്പ് തേച്ച് കഴുകുന്നത് പോലെ മനസ്സിനെ നമുക്ക് കഴുകാൻ സാധിക്കില്ല. അപ്പൊ ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഭാഗവതം, ഭഗവൻ നാമ കീർത്തനമാണ് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളത്. ഇത് പത്മപുരാണ മാഹാത്മ്യത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ചിത്തശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ആ ചിത്തശുദ്ധിയെ നേടല്, ഭഗവാന്റെ കഥകൾ കേൾക്കല്, നമുക്ക് അതിൽ താല്പര്യം ജനിക്കാം. ഈശ്വരനിൽ തന്നെ വിശ്വാസമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഗുരുവചനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എത്രയോ പേരുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ ജ്ഞാനപ്പാനയിൽ തന്നെ നമുക്ക് കാണാം, ആരെങ്കിലും ഗുരുഭൂതന്മാരായിട്ടുള്ള ആളുകൾ ഉപദേശം നൽകുന്ന വേളയിൽ അവരെ നിന്ദിക്കുന്ന ആളുകളുമുണ്ട്. ലോകം അങ്ങനെ പല വിധത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ ലക്ഷ്യം വെക്കേണ്ട. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ബന്ധുക്കളോ, നമ്മുടെ മക്കളോ, നമ്മുടെ ഭർത്താവോ, നമ്മുടെ ഭാര്യയോ ആരും തന്നെ ചിലപ്പോൾ അധ്യാത്മ മാർഗത്തിൽ നമ്മൾ പ്രയോജനപ്പെടില്ല. പിന്നെ നമ്മൾ ആ അധ്യാത്മാർഗത്തിൽ എപ്പോഴും ഏകനായിട്ട് വേണം സഞ്ചരിക്കാൻ. അവിടെ നമുക്ക് ബാന്ധവ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രതിബന്ധമായിട്ട് തീരും. അപ്പൊ ആ പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ ഒഴിവാക്കലാണ് ലക്ഷ്യം. സംസാരം എന്നുള്ളത് നമ്മളിൽ കുറഞ്ഞു 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 വരണം. എന്നാൽ ഇന്നാണെങ്കിലോ സംസാരം എന്നുള്ളത് പ്രതിക്ഷണവർദ്ധമാനം. ഭക്തിയാണ് ശരിക്കും അങ്ങനെ ആവേണ്ടത്. പ്രതിക്ഷണവർദ്ധമാനം. ഓരോരു ക്ഷണവും ഭക്തി പുഷ്ടിപ്പെടണം. എന്നാൽ സംസാരം എന്നുള്ളതാണ് മേലും 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 നമുക്ക് അധികരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവത് ഭക്തിയെ പ്രാപിക്കലാണ് ഓരോരോ ജീവന്മാരുടെയും ലക്ഷ്യം എന്ന് നമുക്ക് ആദ്യം തന്നെ ബോധിപ്പിച്ചു തരും. ആ ഭക്തിക്ക് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്, ഭക്തി എങ്ങനെയുള്ളതാവണം? സാ ഭക്തി പരമപ്രേമരൂപ. പരമപ്രേമരൂപത്തിലുള്ള ഭക്തിയാവണം. പുരാണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് കാണാനും സാധിക്കും. പുരാണത്തിലുള്ള ഭാഷ തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിനെ പറയുന്ന പേരാണ് ലൗകിക ഭാഷ. എന്നാൽ ഇപ്പൊ ഈ പറയുന്ന ഭാഷണങ്ങളുണ്ടല്ലോ, ഇതിനെ അധ്യാത്മ ഭാഷ എന്നാണ് പറയുക. ഇനി ഇത് കൂടാതെ വേറെ ചില ഭാഷകളുണ്ട്. അതിനെയാണ് നമുക്ക് അധ്യാത്മ ഭാഷയിൽ നിന്ന് ഒരു പടി ഉയർന്ന് അതിനെ സമാധി ഭാഷ എന്ന് പറയുന്നത്. അതാണ് വ്യാസര് തൻ്റെ തപസ്സിലൂടെ വേദസംബന്ധമായ വിഷയങ്ങളെയെല്ലാം കണ്ടറിഞ്ഞ്
ലോകത്തിന് ഉപകാരം ആകത്തക്ക രീതിയിൽ ഭാഗവതമായിട്ട് തന്നത് ആ സമാധി ഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് മറ്റൊരു പുരാണം ഈ ഭാഗവതത്തിന് സമമാവില്ല. ഇനി ഗുരുനാഥൻ അതിനെ പറയുന്നുണ്ട്. ഈ സമാധി ഭാഷ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ജ്ഞാനികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും, എന്നാൽ ഭക്തന്മാർക്ക് ചിലപ്പോൾ അത് പറ്റില്ല. വിശിഷ്ടാദ്വൈതം പിൻപറ്റുന്നതായിട്ടുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണത്രേ പ്രേമഭക്തി. പ്രേമഭക്തർ വിശിഷ്യതേ എന്നാണ്. ഗോപീജനങ്ങളുടെ ആ ഭാവം നമ്മുടെ ഉള്ളിൽ ആ പ്രേമഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അതിനെ ഉപദേശിക്കുന്നുണ്ട്. ആ പ്രേമഭക്തി ഒറ്റൊന്ന് കാരണമാണ് വൈകുണ്ഠം പോലും ത്യജിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് എഴുന്നള്ളിയത്. അപ്പോ ഗോപീജനങ്ങളുടെ പ്രേമഭക്തി വൈകുണ്ഠപതിയായിരിക്കുന്ന ഭഗവാനെ പോലും വശീകരിച്ചു എന്നാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, വത്സം ഗൗരിവ വത്സല. ഒരു പശു കുട്ടിയെ മുമ്പിൽ കൊണ്ടുപോയാൽ അതിൻ്റെ അമ്മ പിന്നാലെ പോവും. അതുപോലെയാണ് കൃഷ്ണന്റെ ആ പ്രേമഭക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ നമ്മളെ അന്വേഷിച്ചു വരും എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഗോപീജനങ്ങളുടെ ആ പ്രേമഭാവം, പ്രേമഭക്തി. ആ പ്രേമഭക്തിയാണ് ഇവിടെ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെ എത്തിച്ചത്. വൃന്ദാവനത്തിലേക്ക് എത്തിച്ചതായിട്ടുള്ള ഭഗവാന്റെ ആ ലീലകള് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. 90 അധ്യായങ്ങളായിട്ട് നമുക്ക് കൃഷ്ണലീലയെ പറയുന്നു. കൃഷ്ണലീലകൾ 2 വിധമായിട്ട് പറയുന്നത്. ഏകാദശം, ദ്വാദശം എന്ന് 2 എണ്ണമായിട്ടാണ് ആ കൃഷ്ണലീലയെ പ്രതിപാദിക്കുന്നത്. വികാരാത്മകമായ ലീല, വിചാരാത്മകമായിട്ടുള്ള ലീല എന്ന് ഇതിനെ പറയും. അതിൽ വികാരമായിട്ടുള്ള ആ ലീലകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ കൃഷ്ണലീലകളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുക. അധ്യാത്മ വിഷയങ്ങളിൽ താത്പര്യം ജനിച്ചു കഴിഞ്ഞാൽ ലോക വിഷയങ്ങളിൽ താത്പര്യം കുറയും. അവനവന്റെ കുടുംബത്തിൽ താല്പര്യം കുറയും. മക്കളോ അവരവരുടെ ജോലി നോക്കിക്കോളും. ഞാൻ എൻ്റെ പാട്ടിന് രാമായണം വായിക്കാം, ഭാഗവതം വായിക്കാം, എനിക്കിത് മതി. ആ ഒരു നിലയിലേക്ക് നമ്മളെ ഉയർത്തും. ബാക്കിയൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന നിലയിലേക്ക്. അതാണ് അത്രേ വേണ്ടത്. കാരണം അജ്ഞാനം കൊണ്ട്, മായ കൊണ്ട് ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അത് ബാധിക്കുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒക്കെ മായയാണ്. എന്നാൽ അത് നമുക്ക് ഈ മായാസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇഴുകിച്ചേരുന്ന വേളയിൽ ദുഃഖം മാത്രമാണ് ഫലം. ആ ദുഃഖമുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സാധനയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. കഷ്ടം, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം, ഇനിയും എനിക്ക് ദുഃഖം മാറിയില്ലല്ലോ. കാരണം എന്താ? നമ്മൾ അവിടെ നിന്നുള്ള പിടി ആ അധ്യാത്മമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ കുറച്ച് വരണം. എന്നാലേ ദുഃഖം കുറയുള്ളൂ, ഭഗവത് അനുഭവം എന്നുള്ളത് വർദ്ധിക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഭഗവത് ഭക്തിയിൽ നമുക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ധാരണ കുറവാണ് എന്ന് പറയാം. ധാരണ കുറവായാൽ നമുക്ക് ആ സംശയങ്ങൾ കൂടുതൽ ജനിക്കാൻ ഇടയാവും. വീണ്ടും സംസാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ സാധകനായിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഭാഗവതം പരീക്ഷിത്ത് 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പരീക്ഷിത്ത് മാത്രമൊന്നുമല്ല, നമ്മളെല്ലാവരും തന്നെ ഭാഗവതം കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം രചിച്ചത്. ഇന്നും അത് അനവരതം ഭാരതത്തിൽ അവിടെയായിട്ട് എത്ര സപ്താഹങ്ങളാണ് നടക്കുന്നത് എന്ന് കണക്കിടാൻ സാധിക്കില്ല. അത്രയ്ക്ക് സപ്താഹങ്ങളാണ്. കേരളത്തിൽ തന്നെ എത്രയാണ് മാറി 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 ആ സത്സംഗങ്ങൾ. അപ്പൊ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഗുരുനാഥന്റെ ഒരു ശ്ലോകമുണ്ട്. ശ്രീകൃഷ്ണ പ്രേമ മാധുര്യ ആസ്വാദനം സാധ്യം ഉത്തമം തന്നാമ കീർത്തനം നൃണാം സാധനം പരമം കലൗ. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ ആസ്വദിക്കുക. സാധാരണ രീതിക്ക് പറഞ്ഞാൽ ഒരു TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെ, അതിലെ കോമഡിയെ, അതിൽ പറയുന്ന ഭാഷണങ്ങളെ, അതിൽ വരുന്ന പാട്ടുകളെ, അതിൽ വരുന്ന ആ ശബ്ദരസങ്ങളെയെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൃഷ്ണ
കീർത്തനങ്ങൾ ആസ്വദിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ആസ്വദിക്കുക, ഭഗവാന്റെ രൂപം ആസ്വദിക്കുക. ഇങ്ങനെ ആ ഭഗവാനില് നിരന്തരം ഭഗവാനെ തന്നെ ധ്യാനിക്കുന്ന വേളയില് പിന്നെ നമുക്ക് എവിടെ ചെന്നാലും ആ നാരായണീയത്തിൽ ഭട്ടതിരി പറയുന്നത് പോലെ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയം. പിന്നെ ഗുരുവായൂർക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, ഇവിടെ ഇരുന്നാൽ അതേ അനുഭവം ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, ഞാൻ അമ്പലത്തിന്റെ അകത്ത് കയറി തൊഴാറേയില്ല. ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഞാൻ തിരുപ്പതി പോയപ്പോ തിരുപ്പതി അമ്പലത്തില് പണിയെടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടത്. 27 കൊല്ലമായിട്ട് അടിച്ചു തെളിയാണ് അവർക്ക് അവിടെ പണി. ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാ വന്നു പോകുന്നത്. ഈ 27 കൊല്ലമായിട്ട് തിരുപ്പതി വെങ്കടാചലപതിയെ തൊഴാൻ അവർ പോയിട്ടില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ അവർക്ക് പാസ് ഉണ്ട്, കാർഡുണ്ട്, അത് വെച്ചിട്ട് ഭഗവാനെ സുഖമായിട്ട് ചെന്ന് കണ്ടുവരാം. പക്ഷെ അവർക്ക് വേണമെന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ, ആ ക്ഷേത്രം, ആ ക്ഷേത്രവാസം, അത് തന്നെ ധാരാളമാണ്. അപ്പൊ അത് നമുക്ക് ഭഗവാന്റെ ആ ഒരു സത്സംഗത്തിൽ എത്തിച്ചേരുക. വൃന്ദാവനം അല്ലെങ്കിൽ ഗോകുലം, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വൃന്ദാവനം, ഗോകുലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോപന്മാര്, ഗോപീജനങ്ങള്, ഗോക്കള്, ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തര ഭാരതത്തില് കാണപ്പെടുന്ന ഒരു പുണ്യഭൂമിയാണ്. എന്നാൽ അത് സ്ഥൂലമായിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ ആസ്പദമാക്കി പറയുമ്പോൾ ആ ഒരു രൂപത്തിലെടുക്കാം. തത്വമായിട്ട് പറയുന്ന വേള വൃന്ദാവനം എന്ന് പറഞ്ഞാൽ സത്സംഗം എന്നാണ്. ഗോകുലം, ഗോക്കള്, ഗോപീജനങ്ങള്, ഗോവർദ്ധനം, ഇങ്ങനെ ഗോ 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 എന്നുള്ള ശബ്ദം എവിടെയൊക്കെ ഗോ ഗോ എന്നുള്ള ശബ്ദം വരുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മവിദ്യയെ അന്വേഷിക്കുന്ന ആളുകള് എന്ന് വേണം എടുക്കാൻ. ആ ബ്രഹ്മവിദ്യയെ അന്വേഷിക്കുന്ന വേളയിൽ ഓരോരുത്തരും അതിൽ എത്രത്തോളം ഉയർന്നു എന്ന് ചിന്തിക്കണം. നമ്മൾ വിചാരിക്കാറില്ലേ, 1 ലക്ഷം സമ്പാദിച്ചു, 10 ലക്ഷമായി, 50 ലക്ഷമായി, കോടിയായി, പല കോടികളായി ഇപ്പൊ പല ആളുകളുടെ കയ്യിൽ. ഇങ്ങനെ നമ്മൾ ലോക രീതിയിൽ ഉയർച്ച വരുന്നത് പോലെ അധ്യാത്മ വിഷയങ്ങളിൽ എൻ്റെ ഭക്തി എത്രത്തോളം പുഷ്ടിപ്പെട്ടു, ആ ഭക്തിയിൽ ഉയർച്ചയുണ്ടോ? മറ്റുള്ളവരെയൊക്കെ നമ്മൾ വിലയിരുത്താൻ പോവാറുണ്ട്. അവൻ കൊള്ളില്ല, അവൻ്റെ സ്വഭാവം മഹാ ചീത്തയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും വിലയിരുത്താറുണ്ട്. അവനവനെ വിലയിരുത്തണം. അവനവനെ വിലയിരുത്തുന്ന വേളയിൽ അപ്പൊ നമുക്കറിയാം ഞാൻ എത്ര മോശക്കാരനാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. നമ്മുടെ ചിത്തത്തിലുള്ളതായിട്ടുള്ള മാലിന്യങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യാദികളെല്ലാം അകലണം. ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളില് ഉണ്ടാവുന്ന താമസ ഗുണമാണ് എന്ന് പറയുന്നത്. താമസം. അപ്പൊ താമസമായിട്ടുള്ള ആ ഗുണങ്ങളെയെല്ലാം അകറ്റുവാൻ നമ്മൾ ആദിയില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെ നല്ലപോലെ ആസ്വദിക്കാം. നമ്മുടെ എല്ലാം ലക്ഷ്യം ശ്രീകൃഷ്ണ പ്രാപണമാണ്. ഭഗവാനെ തന്നെ ആശ്രയിക്കണം. കൃഷ്ണനെ വിട്ടാൽ എനിക്ക് വേറെ ഗതിയില്ല എന്ന ആ ഒരു നില നമുക്ക് ആദ്യം മനസ്സിൽ ഉറയ്ക്കണം. അത് ഉറക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസമൊന്നും ഉറക്കില്ല. അനവധി തവണ കേട്ടാലും ചിലപ്പോൾ ഉറക്കില്ല. കാരണം എന്താ, ഇപ്പുറത്ത് നമ്മുടെ മനസ്സ് അതിലുപരിയായിട്ട് ലോകവ്യാപാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലോകവ്യാപാരങ്ങൾ കുറയ്ക്കണം. അധ്യാത്മ വിഷയത്തിൽ കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധിക്കണം. അധ്യാത്മ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന വേളയിൽ നമുക്ക് ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും ആ ബാഹ്യമായ കാര്യങ്ങളെ, ലോക വിഷയങ്ങൾ സംസാരിക്കാൻ വന്നാൽ നിങ്ങളുടെ ഈ വർത്തമാനം കേൾക്കാനേ വയ്യ, എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് നമ്മൾ മാറി നിൽക്കും. ഏകാന്തതയിൽ നമ്മൾ അതിനേക്കാളും ആനന്ദിക്കുകയാണെന്ന് നമുക്കൊരു അനുഭവം വരും. മിണ്ടാതിരുന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഭാഗവതം വായിച്ചിട്ട് കൃഷ്ണന്റെ രൂപങ്ങൾ ആസ്വദിച്ചിട്ട് നാമകീർത്തനങ്ങൾ ചെയ്ത് ഉണ്ടായൊരു പുഷ്ടി ഉണ്ടല്ലോ, അത്
നമുക്ക് നല്ലൊരു നിർവൃതിയെ നൽകും, സംശയമില്ല. അപ്പൊ ആ നില വരുമ്പോൾ നമുക്ക് എന്താ തോന്നുക? കൂടുതൽ കൂടുതലായിട്ട് ആ ഒരു നിലയിലേക്ക് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കഴിയുന്നത്ര ലോകവ്യാപാരങ്ങൾ കുറയ്ക്കുക. ആ ലോകവ്യാപാരങ്ങൾ കുറയുന്നതോടുകൂടി ഈശ്വരനില് മനസ്സ് ഉറച്ചു കിട്ടുന്നതോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും ആ ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്നത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാം. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നാണ്. നിരോധം അല്ലെ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികള്, മന്വന്തരം, ഈശാനുകഥ, നിരോധം. നിരോധം എന്ന് പറഞ്ഞാൽ അത് ചിത്തവൃത്തികളെ അടക്കലാണ്, മനസ്സിനെ അടക്കലാണ്, ഇന്ദ്രിയങ്ങളെ അടക്കലാണ്. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. എന്നാൽ എപ്പോഴേ നമ്മളൊക്കെ രക്ഷപ്പെട്ടു അല്ലേ? മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ്. ആ മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കണം. അതിനൊരു കുറ്റി വേണം. പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടുന്നത് പോലെ മനസ്സിനെ ഒരു കുറ്റിയിൽ കെട്ടിയിടണം. ആ കുറ്റിയാണ് അത്രേ കൃഷ്ണപാദാംബുജങ്ങൾ. ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കെട്ടിയിട്ടാൽ പിന്നെ ആ മനസ്സ് മറ്റൊരു ദിക്കിലേക്ക് പോവില്ല എന്ന നില. അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിനെ നമ്മൾ എപ്പോഴും ഭഗവാനായിക്കൊണ്ട് ഭഗവാന് സമർപ്പിക്കണം. നമ്മൾ എത്രയോ കീർത്തനങ്ങളിലൊക്കെ അത് പാടാറുണ്ട് അല്ലേ? ഭഗവാൻ എൻ്റെ ഉള്ളിൽ വന്ന് കളിയാടണേ എന്ന എത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അകതാരിയിലെന്നും വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. എന്തുകൊണ്ടാണ് ഞാൻ ഈ പാട്ടെടുത്ത് അറിയാം? ഇന്ന് പ്രദോഷമാണ്, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ഉള്ളിൽ വന്ന് പരമേശ്വരൻ വിളയാടണം, ആ കൃഷ്ണൻ കളിയാടണം. കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ നമ്മുടെ മനസ്സിൽ അത് ഇടവിടാതെ പ്രകാശിക്കണം. നമ്മുടെ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് രതിസ്യാദ് അനപായിനി എന്നല്ലേ? ഇളകാത്ത ഭക്തി അതിൽ ഉറച്ചു കിട്ടണം. ആ ഇളകാത്ത ഭക്തി എന്നുള്ളത് നമുക്ക് എപ്പോഴാ വരാം? ഇളകാതെ എത്ര കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ടി വി നോക്കുന്ന അവസ്ഥയിലൊന്നും ശ്രദ്ധിച്ചാൽ അറിയാം. അടുത്തുകൂടെ ആരെങ്കിലും വന്നാലും പോയാലും ഒന്നും അറിയില്ല. അപ്പൊ ഏകാഗ്രത എന്നുള്ളത് നമുക്കുണ്ട്. രാമകൃഷ്ണ പരമഹംസർ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒരാള് നാളികേരം തിന്നൂന്നാ. നാളികേരം തിന്ന വേളയിൽ നാളികേരത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി. ആ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി നാളികേരത്തെ എടുക്കാനായിട്ട് നാക്ക് കൊണ്ട് തുഴഞ്ഞു നോക്കി, പറ്റിയില്ല. കൈയിട്ട് നോക്കി, പറ്റിയില്ല. അവസാനം ഒരു സൂചിയാണ് എടുത്തത്. സൂചി എടുത്തിട്ട് ആ നാളികേരം അസഖ്യമാണ്, അത് പുറത്ത് കളഞ്ഞാലേ എനിക്ക് ശരിയാവുള്ളൂ എന്ന് തോന്നി അവിടെ ദൃഢനിശ്ചയത്തോടു കൂടി ഏകാഗ്രതയോടുകൂടി ആ സൂചി കൊണ്ട് നാളികേരം എടുത്ത് കളഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചറിയോ? കവിളത്ത് കൊണ്ടില്ല, നാക്കിൽ കൊണ്ടില്ല, തൊണ്ണിൽ കൊണ്ടില്ല, ഒരു ഹാനിയും ഏൽപ്പിക്കാതെ നാളികേരത്തിന്റെ കഷ്ണം എടുത്ത് പുറത്തേക്ക് കളഞ്ഞതോടുകൂടി സമാധാനായി. കുറച്ച് നേരമായി ഞാൻ മെനക്കെടണു എന്ന് നമുക്ക് തോന്നാറില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സംസാരവാസനയെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കളയണം. അതെടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ അപ്പൊ നമുക്ക് തോന്നും, ഇത്രയും കാലം ഇതാണ് സുഖം സുഖം എന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് സമാധാനമായത് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ആ നില നമുക്കുണ്ടാവണ്ടേ? ഭാഗവതത്തിൽ നല്ല മനോഹരമായിട്ടൊരു ലീലയുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ലീലയാണ്. പ്രസിദ്ധമായിട്ടുള്ള പാട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് കിട്ടാനുമുണ്ട്. അല്ലെ? വാഴക്കുന്നം തിരുമേനിയുടെ കല്ലു വേണോ കല്ലു വേണോ കല്ലു വേണോ നീല നീളം പോലും നല്ല കല്ലു വേണോ മല്ലവൈനി പേരോലുന്ന കല്ലു വേണമോ. ഇങ്ങനെ പ്രസിദ്ധമായിട്ടൊരു പാട്ട് എല്ലാവർക്കും അറിയാം. വൃന്ദാവനത്തില് ഗോകുലത്തിൽ വർത്തിക്കുന്ന വേളയിൽ അവിടെ ഭഗവാന്റെ ആ വീട്ടിലേക്ക് പഴങ്ങളുമായി വന്ന ഒരു ഗോപിക.
വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ വരുന്ന ആളുകളെ എല്ലാം ഗോപിക 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 എന്ന് മാത്രമേ പറയാറുള്ളൂ കേട്ടോ. അവിടെ ഒരു വ്യാപാരി എന്നല്ല പറഞ്ഞത്, ഒരു ഗോപിക എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ ധരിക്കേണ്ടത് എന്താ? ആ വൃന്ദാവനത്തിൽ വന്ന ഗോപിക എന്ന് പറയുമ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരത്തെ നേടുവാനായിട്ട് വന്ന ഒരുവള്. അപ്പോൾ ഈ ഗോകുലം എന്നുള്ള ആ ലീലകൾ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഈ യുഗള ഗീത പര്യന്തമുള്ള അധ്യായങ്ങൾ 35 അധ്യായങ്ങളാണ്. 35 അധ്യായങ്ങളിൽ 3 അധ്യായങ്ങൾ ബ്രഹ്മമോഹന ലീല എന്ന് പ്രതിപാദിക്കുന്നത്, 12, 13, 14 ഈ 3 അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വല്ലഭാചാര്യരുടെ സമ്പ്രദായത്തിൽ വല്ലഭാചാര്യര് ശരിക്കും പറഞ്ഞാൽ ശുദ്ധാദ്വൈതമാണ്. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം. അപ്പൊ ആ ശുദ്ധാദ്വൈത സമ്പ്രദായ പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ ബ്രഹ്മമോഹന ലീല പ്രക്ഷിപ്ത സർഗങ്ങളാണ്, അധ്യായങ്ങളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ വല്ലഭാചാര്യരുടെ വ്യാഖ്യാനം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, ആദ്യത്തെ 4 അധ്യായം മഥുരാ വൃത്താന്തം, ഗർഭകഥനായിട്ടുള്ള വിഷ്ണുസ്തുതി, ഭഗവാന്റെ അവതാരം, പിന്നീട് കംസനെ മായാദേവി ഉപദേശിക്കുന്ന ഭാഗം, ഈ 4 അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂർത്തിവ്യൂഹം എന്ന് പറയാറുണ്ട്. വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെയുള്ള ആ 4 ലക്ഷണങ്ങളെ കൊണ്ട് അവതാരം എന്ന ആ പ്രകരണത്തെ പൂർത്തീകരിച്ചു. പിന്നെ പറയുന്നതാണ് 4ാമത്തെ അധ്യായം കഴിഞ്ഞാൽ 5ാമത്തെ അധ്യായം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന കഥയാണ്. ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി എന്താ അതിൻ്റെയൊക്കെ അനുഭവം എന്നാണെങ്കിൽ ഗുരുനാഥൻ അതിന് ആ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് പറയുന്നത് ഗോകുലമാസീത് പരമാനന്ദം എന്നാണ്. ഗോകുലത്തിലേക്ക് വന്നാൽ തന്നെ സന്തോഷം, അവിടെ പിന്നെ ദുഃഖമില്ല. അപ്പോ ഈ 5ാമത്തെ അധ്യായം തുടങ്ങി 35ാമത്തെ അധ്യായ പര്യന്തം ഉള്ളതൊക്കെ താമസപ്രകരണം എന്നാണ് പറയുന്നത്. പിന്നെ 36 തുടങ്ങി നിർഗോപാഖ്യാന പര്യന്തം പറയുന്നതൊക്കെ രാജസപ്രകരണം. പിന്നീട് 65 മുതൽ സുധാമാഖ്യാനം, അതുപോലെ തീർത്ഥയാത്ര, ഇതെല്ലാം വർണ്ണിച്ച് സാത്വിക പ്രകരണം, പിന്നെ ഗുണാതീത പ്രകരണം. ഇങ്ങനെ 4ആയിട്ടാണ് ദശമസ്കന്ധത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ബാലബോധിനി എന്ന വ്യാഖ്യാനം. അപ്പൊ ആ വ്യാഖ്യാന പ്രകാരം നമ്മൾ നോക്കുന്ന വേളയിൽ ഇവിടെ ഭഗവാന്റെ ആ വൃന്ദാവനത്തിൽ ചെയ്തതായിട്ടുള്ള ലീലകൾ മുഴുവൻ ഇവിടെ ഗോപീജനങ്ങൾ അനുസ്മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുമ്പോൾ, ഭഗവാനെ ഓർക്കുന്ന വേളയിൽ അവരുടെ അഖില ചേഷ്ടകളും അങ്ങോട്ട് ഇല്ലാതാവുകയാണ്. മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് ചിന്തിക്കാനില്ല, സമയമില്ല, അതിലൊന്നും അവർക്ക് രുചിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോഴാണ് ഈ പഴം വിൽക്കാൻ വന്നതായിട്ടുള്ള ഗോപിക, അവര് ഭഗവാന്റെ അടുക്കലേക്ക് വന്നു ചേർന്നു. ഭഗവാൻ പഴം വേണം, പഴം വേണം എന്ന് ആവശ്യപ്പെട്ടു. ഗോപിക വേഗം കൈ നിറയെ പഴം കൊടുത്തു. ആ പഴം കൊടുത്തതോടുകൂടി ഭഗവാൻ എന്തെങ്കിലും ഈ ഗോപികയ്ക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് കുറച്ച് അരി വാരി കൊണ്ടുവന്നു എന്നാ, ധാന്യം എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അരി വാരി കൊണ്ടുവന്നു എന്ന് എടുക്കാം. അരി വാങ്ങടെ എടുത്ത് കയ്യിൽ കൊണ്ടുവരുമ്പോൾ കുഞ്ഞു കൈകളിൽ ആ അരി ഒട്ടും തന്നെ അവശേഷിച്ചില്ല എന്ന് പറയാം. 1 2 മണിയുണ്ടോ സംശയം. അത് മുഴുവൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് ചോർന്നു പോയി എന്നാ. അപ്പൊ ഭഗവാൻ അതിൽ കാണിച്ചു തരുന്നത് എന്താ അറിയോ? ഈ അരി എന്നുള്ളത് ശരീര സംബന്ധമായത്, പഞ്ചഭൂതാത്മകമായത്. ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ചോർന്നു പോകണം. എന്നിട്ടോ അവിടെ നിങ്ങളുടെ ഭഗവാൻ ആ വട്ടിയിലേക്ക് തൻ്റെ കൈ ഇങ്ങോട്ടൊന്ന് തട്ടിയ വേളയിൽ 1 2 ധാന്യങ്ങൾ വീണു. പക്ഷേ അവർക്ക് അതിൽ ഒരു പരിഭവവും ഇല്ല. ആ കിട്ടിയ 2 ധാന്യം കൃഷ്ണന്റെ കൈ കൊണ്ടാണല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്ങോട്ട് സ്വീകരിച്ച് അവര് സന്തോഷത്തോടു കൂടി പോയി. വീട്ടിൽ പോയി തുറന്നു നോക്കിയപ്പോഴാണ് അതിൽ ധാരാളം രത്നങ്ങളാണ് കാണപ്പെട്ടത്. എന്താ രത്നം? ആ രത്നമാണ് ജ്ഞാനം. ജ്ഞാനമാകുന്ന രത്നമാണ് ഭഗവാൻ നൽകുക.
ആ ജ്ഞാനമാകുന്ന രത്നത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? എനിക്ക് ജ്ഞാനം തരൂ, ജ്ഞാനം തരൂ എന്ന് പ്രാർത്ഥിക്കണ്ടേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം മലയാളത്തിലുണ്ട്. അമ്മയുടെ പ്രസാദം എനിക്ക് ഇത്തിരി അധികം തരൂ, ഒരു നുള്ളു കുങ്കുമം അധികം തരൂ അമ്മേ, ഒരു തുള്ളി ജ്ഞാനം അധികം തരൂ, കുങ്കുമമൊഴിയാതെ കൂടാനും ജ്ഞാനം തിരുനാമം പാടാനും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഭഗവത് പ്രസാദം, അമ്മയുടെ പ്രസാദം നമുക്ക് ഒരു തുള്ളി കൂടുതൽ തന്നാൽ ഭഗവാൻ കുറഞ്ഞു പോവോ? ഒന്നുമില്ല. അത് പറ്റാത്ത കാരുണ്യമല്ലേ, പറ്റാത്ത ജ്ഞാനമല്ലേ. അപ്പൊ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എനിക്ക് ജ്ഞാനത്തെ നൽകൂ, പ്രേമത്തെ നൽകൂ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ളത്, കൃഷ്ണഭക്തിയെ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനവും വേണ്ടാന്നാ. ഗോപീജനങ്ങൾ അങ്ങനെയാണ് പറയാറ്. ഗുരുനാഥനൊക്കെ ഈ ഒരു രീതിക്കാണ് വ്യാഖ്യാനിക്കാറ്. കൃഷ്ണഭക്തി മതി, സാ ഭക്തി പരമപ്രേമരൂപ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭക്തി മതി, മറ്റൊന്നും വേണ്ട, ഭക്തി അല്ലാതൊന്നും വേണ്ടേ വേണ്ട. കാരണം ജ്ഞാനം കിട്ടിയിട്ട് എന്ത് നേടാനാ? അവിടെ നിങ്ങളുടെ കൃഷ്ണ പ്രേമഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു നിർവൃതിയെ നൽകും. ആ പ്രേമഭക്തിയാണ് ഇവിടെ ഗോപീജനങ്ങളുടെ ഒരു അനുഭവമായിട്ട് പാടിയത്. യുഗളഗീതം എന്നുള്ളത് അത് നേരത്തെ പല രീതിയിൽ അത് വിസ്തരിച്ചിട്ടുണ്ടാവും. എന്തായാലും അതിൻ്റെ വിഷയങ്ങൾ ഞാൻ പ്രവേശിക്കണില്ല. ഭഗവാന്റെ ആ വേണുഗാനം എന്നുള്ളത് ശബ്ദം എന്നതാണ്. ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു ശബ്ദം കേട്ടാലും അത് കൃഷ്ണനെ ഓർക്കാനിടയാവണം. ഏതൊരു വിശേഷ വസ്തുക്കൾ കണ്ടാലും കൃഷ്ണനെ ഓർക്കാനിടയാവണം. ഇങ്ങനെ ആ ഭഗവാനിൽ നമ്മൾ എന്ത് നേടിയാലും, ഇപ്പോൾ ചെറിയ ചെറിയ കൊച്ചുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെയാണ്. ഒരു മിഠായി കിട്ടിയാലും ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നീ അത് കഴിക്കൂ. ഇനി കുറച്ച് പ്രായമായാൽ കുട്ടികളൊക്കെ പുസ്തകം ഭഗവാന്റെ മുമ്പിൽ വെച്ച്, പരീക്ഷ എഴുതുന്ന കുട്ടികളോട് പേന ഭഗവാന്റെ മുമ്പിൽ വെച്ച് അത് സ്വീകരിക്കൂ. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്താ സംഭവിക്കുക അറിയോ? പിന്നെ അവര് പ്രായമായാലും അവർക്ക് ശമ്പളം കിട്ടിയാലും ഭഗവാന്റെ മുമ്പിൽ വെക്കും, പ്രാർത്ഥിക്കും. അപ്പൊ അതിലെന്ത് ദോഷമുണ്ടെങ്കിലും ഭഗവാൻ അത് പോക്കി അനുഗ്രഹിക്കും, സംശയം. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ അതിൽ ദോഷങ്ങളെ പോക്കി അനുഗ്രഹിക്കുന്ന വേളയിൽ ഇതിന്റെ ഗുണമാർക്ക നമുക്ക് തന്നെയാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത്. എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്ക് കിട്ടും, അതിൽ സംശയമില്ല. അപ്പൊ ഇവിടെ ഗോപീജനങ്ങൾ എല്ലാവരും ചേർന്ന് നിരോധ ലീലയിലാണ് മുഴുകുന്നത്. ഈ 35-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതാണ് കാണാൻ സാധിക്കാം. ഈ താമസ പ്രകരണത്തെ ഏറ്റവും അവസാനം പറയുന്ന അധ്യായമാണത്. ഇതില് യശോദയും സഖിമാരും ചേർന്ന് കൃഷ്ണലീലകളെ പാടുന്നു എന്നാണ്. വേണുഗീതം എന്നൊരു ഭാഗമുണ്ട്, അത് രാധയും സഖിമാരും ചേർന്ന് പാടുന്നതായിട്ടാണ്. ഇത് യശോദയും സഖിമാരും ചേർന്ന് പാടുന്നതായിട്ടാണ്. യശോദയും സഖിമാരും ചേർന്ന് പാടുന്ന വേളയിൽ അവരുടെ എല്ലാം മനസ്സ് ഭഗവാന്റെ കൂടെ പോയി എന്നല്ലേ. തം അനുദ്രുത ചേതസഃ. ഗോപീജനങ്ങളെല്ലാം കൃഷ്ണൻ കാട്ടിലേക്ക് പോയ വേളയിൽ അവരുടെ മനസ്സും കാട്ടിലേക്ക് പോയി എന്നല്ലേ. ഇപ്പൊ ഭഗവാനാണെങ്കിലോ ആ കാട്ടിലേക്ക് പോയി എല്ലാവരെയും അവിടെ അങ്ങോട്ട് ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗോകുലം എന്നുള്ളത് ബ്രഹ്മവിദ്യ അന്വേഷിക്കുന്ന ആളുകൾ, കാട് എന്നുള്ളത് സംസാരം. ആ സംസാരത്തിലേക്ക് ഭഗവാൻ ഇറങ്ങി വരികയാണ്. എന്തിനാ? ഭക്തന്മാരെയെല്ലാം അനുഗ്രഹിക്കാൻ. ശരിക്കും പറഞ്ഞാൽ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ മത്സ്യം, കൂർമ്മം, വരാഹം പറഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഭഗവാൻ വിശിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിലും തന്നെ നമുക്ക് ഭഗവാന്റെ വാത്സല്യം കാണാൻ പറ്റിയിട്ടില്ല. ഭക്തവാത്സല്യം എന്നത് കാണാൻ പറ്റിയിട്ടില്ല. ഇനി ഭക്തവാത്സല്യം കാണിച്ച ഒരു അവതാരമാണത്രേ നരസിംഹാവതാരം. പ്രഹ്ലാദനെ മടിയിൽ വെച്ച് താലോലിച്ചു ഭഗവാൻ, ഭക്തവാത്സല്യത്തെ കാണിച്ചു. പക്ഷേ ആ നരസിംഹാവതാരത്തിലും ലീലകളില്ല എന്നാ. ഇനി
രാമാവതാരമുണ്ട്. രാമാവതാരത്തിൽ കുറേ ധർമ്മ വിഷയങ്ങളെ പ്രധാനമായിട്ട് കൊണ്ട് വർത്തിച്ചത് കൊണ്ട്, അതിനെ സ്വീകരിച്ചത് കൊണ്ട് അവിടെയും കൃഷ്ണലീലകൾ പോലെയുള്ള ലീലകളില്ല. എന്നാൽ കൃഷ്ണലീലകൾ അങ്ങനെയല്ല. കൃഷ്ണലീലകൾ ഏത് കാലത്തും ആർക്കും, ഒരു കൊച്ചു കുട്ടിക്കും അനുഭവിക്കാം, അത്യധികം പ്രായാധിക്യമുള്ള ആളുകൾക്കും അത് അനുഭവിക്കാം. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ആ ലീലകള് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് കൃഷ്ണലീലയിലാണ്. അതുകൊണ്ടാണ് വേറെ എന്തൊക്കെയോ ഗ്രന്ഥം എഴുതിയതായിട്ടുള്ള വ്യാസനോട് കൃഷ്ണലീലയെ എഴുതാനായിട്ട് നാരദൻ നിയോഗിച്ചത്. സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം എന്നല്ലേ പറഞ്ഞത്. ഭഗവാന്റെ ആ ലീലകളെ വേണ്ടതുപോലെ നോക്കിക്കണ്ട് രചിക്കൂ. അങ്ങനെയാണ് രചിച്ചത്. അങ്ങ് രചിക്കുന്ന വേളയിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും കൃഷ്ണനെ എങ്ങനെയാ പറയുന്നത്. വാമബാഹുകൃത വാമകപോലോ വൽഗിത ഭ്രുരധരാർപ്പിത വേണും കോമളാങ്കുളിഭിരാശ്രിതമാർഗം ഗോപ്യൈരയതി യത്ര മുകുന്ദഃ. ഭഗവാന്റെ ആ ലീല വേണുഗാനം ഇത് തന്നെയാണ് നേരത്തെ 21-ാമത്തെ അധ്യായത്തിലും പറഞ്ഞത്. അതേ വേണുഗാനം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ യശോദയും സഖിമാരും ചേർന്ന് അനുഭവിക്കുന്നതായിട്ട്. അപ്പൊ യശോദയും സഖിമാരും എന്ന് പറയുമ്പോൾ, യശോദ എന്ന് പറഞ്ഞാൽ ഇവിടെ യശോദ ആരാ? യശോദ എന്ന് പറഞ്ഞാൽ ഇവിടെ യശോദയെ ദേവകി എന്നൊരു പ്രയോഗം കൊണ്ടും ഇവിടെ പറയുന്നുണ്ട്. ദേവകി ജഠര ഭൂരുഡു രാജ, ദേവകി എന്ന് പറയുന്നത്. അപ്പൊ യശോദയെ ദേവകി എന്ന ഒരു അപരനാമത്തിൽ വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ കൃഷ്ണനെ പ്രതിപാദിക്കും യദുപതി എന്നൊരു പ്രയോഗമുണ്ട്. യദുപതി, കൃഷ്ണൻ യദുപതിയാണെന്ന് ഇവർക്ക് എങ്ങനെ അറിഞ്ഞു എന്നാ. അപ്പോ ഈ ഗോപന്മാര് മുഴുവൻ ആ വംശത്തിൽ വന്ന ആളുകളാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളെ ഇവര് പാടുമ്പോ എന്തിനാണ് ഭഗവാൻ ഈ വേണുഗാനം ചെയ്തത്? നമ്മളെല്ലാം ആനന്ദിപ്പിക്കാൻ. നല്ലൊരു മനോഹരമായിട്ടൊരു പാട്ടുണ്ട്. നമ്മൾ ഈ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊരു പാട്ട് പാടാറുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടൊരു പാട്ടുണ്ട്. അപ്പോ അത് ഞാനിപ്പോ പാടാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എന്നിങ്ങനെ നമ്മൾ ആ പാട്ട് പാടിയിട്ട് അതിൻ്റെ അവസാനം ഈ പാട്ടിനെ തമിഴിലേക്ക് മാറ്റുകയാണ്. കയ്യിൽ കോലൊன்று கொண்டு தேரோட்டினான் கையில் குழலொன்று கொண்டு குழலூதினான் தையத்தாவென்று நடனம் ஆடினான் അരികിൽ വാ എന്ന് ഗീതൈ പാടിനാൻ. എത്ര മനോഹര! ഇനി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. കയ്യിൽ കോലൊன்று കൊണ്ട് തേരോട്ടിനാൻ, കയ്യില് ചമ്മട്ടിക്കോല് പിടിച്ച് ഭഗവാൻ സാരഥ്യം ചെയ്തതിനെ പറയുന്നു. കയ്യിൽ കുഴലൊன்று കൊണ്ട് കുഴലൂതിനാൻ, കയ്യിൽ പുല്ലാങ്കുഴൽ വെച്ച് ഭഗവാൻ വേണുഗാനത്തെ ചെയ്തു. പിന്നെ പറയുന്നതോ തയ്യത്താവെன்று നടനം ആടിനാൻ, ഭഗവാൻ കാളിയ നർത്തനം ചെയ്തു. പല രീതിയിൽ ഭഗവാൻ എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടി അവിടെ നടനം ചെയ്തൊക്കെ പറയുന്നുണ്ട്. പിന്നെയോ നമ്മളെയെല്ലാം അധ്യാത്മബോധന ചെയ്തതാണത്രേ ഭഗവത്ഗീത. അധ്യാത്മബോധന എന്നുള്ളത് എന്താ പറയുന്നത്? അതിന്റെ ഭഗവത്ഗീതയുടെ സാരം എന്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരൂന്ന, അത്രയേ ഉള്ളൂ. അരികിൽ വാ എന്ന് ഗീതൈ പാടിനാൻ, അരികിൽ വാ എന്ന്, അരികിൽ വാ എന്ന്, അരികിൽ വാ എന്ന് ഗീതൈ പാടിനാൻ. ഇതാണ് മാമേകം ശരണം വ്രജ.
എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിക്കൂ. അപ്പോ ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാൻ എങ്ങനെ ആശ്രയിക്കുക? സ്മരണഭക്തി. സ്മരണഭക്തി, ശ്രവണം, കീർത്തനം, സ്മരണം, മൂന്നാമത്തെ പടിയാണ്. അപ്പൊ കേൾക്കുന്നതിലൂടെയാണ് കീർത്തിക്കാൻ സാധിക്കുക. കീർത്തിക്കുന്നതിലൂടെയാണ് പിന്നീട് നമുക്ക് സ്മരണഭക്തി ചെയ്യാനും സാധിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ വീണ്ടും നമ്മൾ അത് തിരിച്ച് ആ ധാരണ എന്നതിലേക്ക് വീണ്ടും 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 ഭഗവാന്റെ കഥകൾ കേൾക്കുക, സ്മരിക്കുക. അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആശ്വാസം എന്നുള്ളത് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഗവതം കാണിച്ചു തരാണ്. ഗോപീജനങ്ങൾ എല്ലാവരും ചേർന്ന് ആ സ്മരണഭക്തിയെ ചെയ്യുന്നു. ഭഗവാൻ കാട്ടിലേക്ക് പോയതോടുകൂടി ഇവരുടെ മനസ്സും കാട്ടിലേക്ക് പോവാ. ഇനി ഗോപീജനങ്ങൾ മാത്രമൊന്നല്ല കേട്ടോ, ഈ ലീലയിൽ ശ്രദ്ധിച്ചാൽ കാണാം, പശു പുല്ല് കടിക്കുന്നുണ്ട്. പുല്ല് കടിച്ചതായിട്ടുള്ള പശു ഭഗവാൻ ആ സമയത്ത് വേണുഗാനം ചെയ്തപ്പോ ആ ശബ്ദമാധുര്യം പശു ചവയ്ക്കുന്നത് നിർത്തി എന്നാണ്. യമുനാ നദി സഞ്ചരിക്കുന്ന വേളയിൽ യമുനാ നദി അവിടെ അങ്ങോട്ട് കുറച്ച് നിശ്ചേഷ്ടയായിട്ട് മാറി എന്ന് പറയുന്നു. അതിനാണ് അതിമനോഹരമായിട്ട് ഗുരുനാഥൻ പറയാറുണ്ട്. എങ്ങനെയാ യമുനയുടെ ആ ചലനത്തെ പ്രതിപാദിച്ചത് എന്ന് ചോദിച്ചാൽ, ഭഗവാൻ വേണുഗാനം ചെയ്തപ്പോൾ യമുന പ്രവാഹമായിട്ട് വരാം. പ്രവാഹമായിട്ട് വരുന്ന ആ യമുന ഭഗവാൻ വേണുഗാനം ചെയ്യുന്ന ദിക്ക് വന്നതോടുകൂടി അവിടെ ഒരു ചെറിയൊരു ചുഴി ഉണ്ടായി. ഒരു ചുഴി ഉണ്ടായി, എന്നിട്ട് പതുക്കെ പോയി. എന്നാലോ ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ സമുദ്ര രാജാവ് കാത്തിരിക്കുക. യമുന എന്നും പതുക്കെ ലേറ്റാ, എന്ന് ലേറ്റാ. ഇന്ന് എന്താ ലേറ്റ്? അതോ ഇന്ന് ഭഗവാൻ ഇന്ന ലീല ചെയ്തു എന്ന് പറയും. ഇന്ന് ആ ഭഗവാന്റെ ലീലകളെ നല്ലതുപോലെ അങ്ങോട്ട് പാടിക്കൊടുക്കുക. സമുദ്ര രാജാവ് സുഖമായിട്ട് ആസ്വദിക്കുന്നു. അപ്പൊ സമുദ്ര രാജാവ് ചോദിച്ചു, യമുനെ എന്നാ ഞാൻ കുറച്ചങ്ങോട്ട് കയറി വരട്ടെ? സമുദ്ര രാജാവ് വന്നാൽ പിന്നെ നമ്മളൊക്കെ ബാക്കി ഉണ്ടാവും. സമുദ്ര രാജാവ് കയറി വരട്ടില്ല, അത് വേണ്ട, ഞാൻ കൃഷ്ണനോട് അങ്ങയുടെ കാര്യം പറയാം, കൃഷ്ണനോട് അങ്ങയുടെ കാര്യം പറയാം. യമുന പറയും, ഇടയ്ക്കിടയ്ക്ക് സമുദ്ര രാജാവ് അങ്ങയുടെ ലീല ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങയെ കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയൂ അത്രേ. അപ്പൊ പറഞ്ഞു, അതിന് സമയമായാൽ ഞാൻ അനുഗ്രഹിച്ചോളാം. ആ വാക്ക് സത്യമാക്കാനാണ് പിന്നീട് ഭഗവാൻ ദ്വാരകയെ ഉദ്ധരിച്ച് ദ്വാരകാ നിവാസം ചെയ്യുന്നത് സമുദ്രത്തിന്റെ കരയില് എന്നാണ്. അപ്പൊ എത്ര മനോഹര നോക്കൂ. ഭഗവാൻ ഭക്തവാത്സല്യം എന്നുള്ളത് കൃഷ്ണാവതാരത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു പശുക്കിടാവിനെ പോലും ഭഗവാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പുല്ലാങ്കുഴലാണ്. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വേദം എന്ന തത്വമാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ ആസംഗവ ആത്തവേണുഹു എന്ന് നാരായണ കവചത്തിൽ പറയുന്നത്. പുല്ലാങ്കുഴൽ ഉള്ള കൃഷ്ണന് മാത്രമേ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. വേദമുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ എത്ര ഭഗവാന്മാരുണ്ട്. ബ്രഹ്മാവുണ്ട്, ഇന്ദ്രനുണ്ട്, അഗ്നിയുണ്ട്, വരുണനുണ്ട്, യമനുണ്ട്, വായുവുണ്ട്. അങ്ങനെ ആ ദേവന്മാരെ മുഴുവൻ ജയിച്ച ലീലകൾ നമുക്ക് ഭാഗവതത്തിൽ കാണിച്ചു തരും. ഏറ്റവും അവസാനം പറയുന്ന സന്താനഗോപാലില്ല, എത്ര മനോഹര അറിയോ. സാത്വിക പ്രകരണത്തില് നമ്മള് ആ തീർത്ഥയാത്ര കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഗുണാതീത പ്രകരണമാണ്. ആ ഗുണാതീത പ്രകരണത്തില് ഏറ്റവും അവസാനം പറയുന്ന ഒന്നാണ് അത്രേ സന്താനഗോപാല ചരിത്രം. ആ സന്താനഗോപാല ചരിത്രത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക, സാക്ഷാൽ ഭഗവാൻ അദ്ദേഹം ശ്രീകൃഷ്ണൻ ദ്വിഭുജനായിട്ട് വന്നു. ശ്രീകൃഷ്ണൻ ചതുർഭുജനല്ലേ? മൂലരൂപം അങ്ങനെയാ, വിഷ്ണു. ചതുർഭുജ കൃഷ്ണൻ, ദ്വിഭുജ കൃഷ്ണൻ ഒക്കെ ഭാഗവത്തിൽ കാണാം. എവിടെ വരുന്നുണ്ടോ അറിയോ? പ്രഥമസ്കന്ധം 7ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ അവിടെ ചതുർഭുജ എന്നൊരു പ്രയോഗമുണ്ട്. ഇനി ഭീഷ്മരെ കാണുന്ന വേളയിൽ ചതുർഭുജ എന്നൊരു പ്രയോഗമുണ്ട്. അതേപോലെ ദശമസ്കന്ധത്തില് 60ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ താമുത്താപ്യ ചതുർഭുജ, ഇങ്ങനെ പല ദിക്കിൽ ചതുർഭുജൻ എന്ന പ്രയോഗമുണ്ട്. അപ്പൊ ചതുർഭുജ കൃഷ്ണൻ ഭാഗവതത്തിൽ ധാരാളമുണ്ട്. രാധയും സഖിമാരൊക്കെ ആ ചതുർഭുജ കൃഷ്ണനെ കണ്ടപ്പോ അയ്യേ ഇത് മറ്റാരോ നമ്മുടെ കൃഷ്ണനേ അല്ല എന്ന്.
എന്നാൽ ശ്രീകൃഷ്ണനെ രണ്ട് കൈയോടുകൂടി കണ്ടപ്പോഴോ അവരെല്ലാവരും പ്രേമഭാവത്തില് മുഴുകുകയാണ് ഉണ്ടായത്. ആ ഭഗവാനെ കുറിച്ച് പറയുക, കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഈ ശരീരം അതിനു വേണ്ടിയിട്ടാണ്. ഭഗവാന് ശരീരത്തെ സമർപ്പിച്ചു, ഭഗവാന് മനസ്സിനെ സമർപ്പിച്ചു, ഭഗവാന് വാക്കുകളെയും സമർപ്പിച്ചു. ഇതെല്ലാം സമർപ്പിച്ചതിന് ശേഷം അപ്പോഴും ഭഗവാൻ അവർക്ക് അവിടെ കുറച്ചു നേരം മറഞ്ഞിരുന്നില്ലേ രാസലീലയില്. അപ്പോ അവരുടെ ഉള്ളിലുണ്ടായ ഒരു അനുഭവം എന്താ അറിയോ? ഞങ്ങൾക്കിത് താങ്ങാൻ വയ്യേന്നൊരവസ്ഥയാണ്. ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ? കൃഷ്ണൻ എനിക്ക് ദർശനം തന്നില്ലല്ലോ, ഭഗവാൻ എനിക്ക് ദർശനം തന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. കുറച്ച് നാള് ഭാഗവതം വായിച്ചാലും കഥ കേട്ടാലും നാമം ജപിച്ചാലും ഒക്കെ നമുക്ക് ഉള്ളിൽ തോന്നും, എന്താ എനിക്ക് കൃഷ്ണൻ ദർശനം തരാത്ത? ഒരു സ്വപ്നത്തിൽ പോലും സ്വപ്നോഭി മമ മത്സരീ, സീതാദേവി പറയുന്നുണ്ട്, ശ്രീരാമന്റെ ഒരു ദർശനം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഇവിടെ ഗോപീജനങ്ങൾ ആ പരിഭവം അറിയിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായ ഒരു അനുഭവം എന്താ അറിയോ? ഇതി ഗോപ്യ പ്രഗായന്ത്യ പ്രളബന്ധ്യശ്ച ചിത്രത ദുരുദുഹു സുസ്വരം ദാതൻ കൃഷ്ണദർശന ലാലസ. ഭഗവാന് വേണ്ടി അവര് കരഞ്ഞു എന്നാ. നമുക്ക് എന്തെങ്കിലും ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് കരയാറുണ്ടോ? ഒരിക്കലുമില്ല. കൊച്ചു കുട്ടികളാണെങ്കിൽ ഐസ്ക്രീം കിട്ടിയില്ല, പന്ത് കിട്ടിയില്ല, എന്നെ കളിക്കാൻ പറഞ്ഞ അയച്ചില്ല എന്നൊക്കെ കരയും. കുറച്ച് പ്രായാധിക്യമുള്ള ആളാണെങ്കിൽ വേറെ വല്ലതിനായിരിക്കും കരയാം. അപ്പൊ കരച്ചില് എന്നുള്ളത് എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഭഗവാനെ ഓർത്ത് കരയുക എന്നുള്ളത് വളരെ വിരളമാണ്. ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന വേളയിൽ തവ കഥാമൃതം തപ്തജീവനം എന്നായി മാറണം. ആ നിലയ്ക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അപ്പൊ ലോകവ്യാപാരങ്ങൾ കുറഞ്ഞ് നിശ്ചേഷ്ടകളായിട്ട് പാല് കാച്ചുന്ന വേളയിലും തൈര് കലക്കുന്ന വേളയിലും ഒക്കെ ഗോപീജനങ്ങളെല്ലാം ചെയ്തത് എന്താ? അവിടെ ഭഗവാന്റെ കൃഷ്ണലീലാ പ്രഗായന്ത്യ, കൃഷ്ണലീലകളെ പാടുകയാണുള്ള. എത്ര മനോഹര! ഈ ഭാഗവതത്തിൽ പറയുന്ന ഈ വരികള് നമുക്ക് തന്നു. പ്രത്യൂഷശീലുത്തീതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കട്ടത്തയിർക്കടഞ്ഞിടുമ്പോൾ ആമോദത്തോടമ്പാടിയിൽ ഗോപികമാർ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. അപ്പോ നമ്മുടെ ഉള്ളില് ആ ഒരു കൃഷ്ണാനുഭവം നമ്മൾ അറിയാതെ നമ്മൾ മലയാള പദ്യമായിട്ട് കിട്ടുമ്പോ ഭാഗവതത്തിൽ അത് എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ ആ ഗോപീജനങ്ങള് നിവൃത്തിയാണ് പ്രാപിച്ചത്, സംസാര നിവൃത്തി. അവരുടെ കർമ്മങ്ങൾ അവരെ വിട്ടുപോയി, അവരെ ശരീരത്തെ അവർ മറന്നു. ഇതല്ലേ എല്ലാവരുടെയും ലക്ഷ്യം? ശരീരം എന്നുള്ളത് ഭാരമാണ്, എന്നാൽ കൃഷ്ണാനുഭവം വേണമെന്നുണ്ടെങ്കിൽ ശരീരം ആവശ്യവുമാണ്. അപ്പൊ ആ കൃഷ്ണാനുഭവത്തിന് വേണ്ടി ഈ ശരീരത്തെ അവർ സംരക്ഷിക്കും. ഗോപീജനങ്ങൾ പോലും അതാണ്, ഭഗവാൻ അവരെ ഉപേക്ഷിച്ചു പോയപ്പോഴും അവർ ശരീരം ധരിച്ചെന്തിനാ? വീണ്ടും കൃഷ്ണൻ വന്നാൽ ആ ഭഗവാനെ കാണണം. ആ ഭഗവാനെ എന്നെ കൃഷ്ണനെ അന്വേഷിച്ചാലേ ഞാൻ ഉണ്ട് എന്ന് പറയാൻ മുമ്പിൽ വന്ന് നിൽക്കണ്ടേ? ഓരോരുത്തരെയും കൃഷ്ണൻ വിളിക്കാറുണ്ട് എന്നാ. നല്ല മനോഹരമായ ഗുരുനാഥന്റെ ഒരു മാധവി മാലതി മല്ലികാലങ്കൃതേ, ഇങ്ങനെ ഓരോരുത്തരെയും ഭഗവാൻ അവിടെ നിങ്ങളുടെ വേണുഗാനം ചെയ്ത് വിളിക്കും. എന്ത് വേണുഗാനം ചെയ്താലും ആ വേണുഗാനത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഭഗവാന്റെ ആ വേണുഗാനം ആരെയാ വിളിക്കണത്? രാധേ 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 ഇതി സദാ രസികോ മധുരം മധുരം ഹി മുദാ ഗായതി രാധാം വനമാലി. ഭഗവാൻ ഗായതി രാധ 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 എന്നാണ് അത്ര വിളിക്കുന്നത്. രാധ എന്ന് പറഞ്ഞാൽ അന്യാപേക്ഷയില്ലാതെ കൃഷ്ണനെ മാത്രം ആശ്രയമായുള്ള ഒരു വഴി.
ആ രാധയോട് ഭഗവാൻ തന്നെ പറയുന്ന ഒരു സന്ദർഭത്തിൽ, രാധേ, ഇപ്പൊ ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ദ്വാരകയിൽ കഴിയുന്നു. 16,008 പത്നിമാര്, അല്ലെങ്കിൽ 14,108 എന്ന് ചിലര് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഷോഡശസ്ത്രീ സഹസ്രേശായനമാണ്. ഇത്ര 16,000 പേര് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ 8 പേര് സഖിമാര്, രാധ, ലളിത, വിശാഖ, തുംഗഭദ്ര, രംഗദേവി, ഇങ്ങനെയുള്ള സഖിമാര് കുറെ പേരുണ്ട്. ഈ 8 പേർക്ക് ദ്വാരകയില് ഒരു 8 അന്തപുരങ്ങൾ, മാളികകൾ കെട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഒരുക്കാം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദ്വാരക കൃഷ്ണനെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് വൃന്ദാവന കൃഷ്ണൻ മതി. കാരണം വൃന്ദാവന കൃഷ്ണൻ എന്നുള്ളത് മധുരമായ ലീലകളാണ്. മധുരമായ ലീല, കൃഷ്ണലീല പലതും ഉണ്ട്, അതില് മധുരമായ ലീല. അപ്പൊ ആ മധുരമായ ലീലകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് സംസാര നിവൃത്തിക്കുള്ള വലിയൊരു ഉപായം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ ചെന്ന വേളയില് അവരെല്ലാവരും കൃഷ്ണലീലകളെ അവിടെ അങ്ങോട്ട് പാടിത്തുടങ്ങി. കൃഷ്ണലീല പ്രഗായന്ത്യ നിന്യുർദുഃഖേന വാസരാൻ. കൃഷ്ണലീലകളെ പാടി അവരുടെ ദുഃഖം അവരങ്ങട് തരണം ചെയ്തു, അതിനെ മറികടന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഭഗവാന്റെ ആ കഥകള്, ലീലകള്, വേണുഗാനം ഇതെല്ലാം കേൾക്കുന്ന വേളയില് വൃക്ഷങ്ങൾ എന്താ ചെയ്തത്? വൃക്ഷങ്ങളെല്ലാം ഭഗവാന് തണലൊരുക്കുന്നു. അത്രയും നേരം പൂക്കാത്തതായിട്ടുള്ള ചെടി കൊടികളെല്ലാം പൂക്കുന്നു, കായ്ക്കുന്നു. മാനുകളെല്ലാം ചെവി കൂർപ്പിച്ച് ആ വേണുഗാനത്തെ കേൾക്കുന്നു. ഇങ്ങനെ ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ പ്രകൃതിയില് ഭഗവാന്റെ ലീലകള് ഏർപ്പെടുത്തുന്ന മാറ്റങ്ങളെ മുഴുവൻ ഇവിടെ കാണിച്ചു തരാം. ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് നമ്മൾ അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ പശുക്കള് പുല്ല് തിന്നു എന്ന് പറയുന്നുണ്ടോ? ആ പുല്ല് തിന്ന പശുക്കള് പുല്ല് തിന്നണത്, ചവയ്ക്കണത് നിർത്തിയിട്ട് ഭഗവാനെ തന്നെ ശ്രദ്ധിക്കുക. അതിന്റെ അർത്ഥം എന്താ അറിയോ? നാക്കടക്കല. മാനുകള്, ഭഗവാൻ, പശുക്കള് ഒക്കെ വേണുഗാനം ചെയ്ത വേളയില് ആ മാനുകള് അത് നല്ല പോലെ ചെവി കൂർപ്പിച്ച് കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെവി അടക്കലാണ്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഓരോരോ ഇന്ദ്രിയങ്ങളെയും പ്രാകൃതമായ വിഷയങ്ങളിൽ നിന്ന് അടക്കുകയാണ് വേണ്ടത്. ആ പ്രാകൃതമായിട്ടുള്ള അപ്പോ ആ ഭക്തി ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പുഷ്ടിപ്പെടണം. ഭഗവാനെ നമുക്ക് പാടാറാവണം, ഭഗവാന്റെ ആ ലീലകള് നമ്മൾക്ക് ഓർക്കാറാവണം. ഇത് തന്നെയാണ് കൃഷ്ണലീലയുടെ പരമപ്രയോജനം എന്നത് കാണിച്ചു തരാം. അപ്പോ നിരോധം എന്ന ആ ലീല ഭഗവാൻ വേണുഗാനം ചെയ്ത് ആ എത്ര എത്ര മൃദുവായിട്ടുള്ള ഭഗവാന്റെ ആ പുല്ലാങ്കുകൾ വായിക്കാം. ഭഗവാനേവ ആസ്വദിക്കുക. അപ്പൊ ആ വേണുഗാനം ചെയ്യുന്ന വേളയില് അവിടെ ഭഗവാനെ ഓരോരുത്തരും കാണുന്നത് എങ്ങനെയാ? ഇങ്
ദ്വിഭുജകൃഷ്ണനായിട്ടുള്ള ഭഗവാനില് എല്ലാ ഗോപീജനങ്ങളും അത്യധികം രമിക്കുന്നത് കണ്ട കൃഷ്ണനെ ഒന്ന് കണ്ട തരക്കേടില്ല എന്ന് തോന്നി. കുണ്ടത്തിലേക്ക് എഴുന്നള്ളിക്കല. ഊഹിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ സാക്ഷാ ഓരോന്നും ഇവിടെ പല പണി അപ്പോ സാക്ഷാൽ ഭഗവാന്റെ ഓരോരോ രീതികൾ ഇതൊക്കെ കാണിച്ചാണ്. ഇതൊക്കെ ഭഗവാൻ എവിടെയാ പഠിച്ചത് എന്ന് ഒരു ഗോപൻ ചോദിക്കുക. ഈ പശുവിനെ ഇതിനൊന്ന് തടവി കൊടുത്താൽ, ചിലപ്പോൾ പറയാറില്ലേ, ചില കോമഡിയൊക്കെ സിനിമയിലൊക്കെ കാണുന്ന വേളയിൽ അവര് കാണിക്കാറുണ്ട്, ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, തകരാറ്. അപ്പൊ അതുപോലെ കൃഷ്ണൻ തടവി എത്ര ഞങ്ങൾ ശ്രമിച്ചു, ഈ പശു പാലേ കറന്നില്ലല്ലോ. ഇതെന്താ കാരണം? ഭഗവാന് എവിടുന്നോ പോയി വശം. എൻ്റെ കൃഷ്ണൻ എല്ലാം അറിയാം, കൃഷ്ണൻ അറിയാത്തതൊന്നുമില്ല എന്ന് ഒരു അനുഭവം. ഇതൊക്കെ കൃഷ്ണ നീ എവിടെയാ ചെന്ന് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് നിജശിക്ഷാഹ, എല്ലാം ഭഗവാന് തന്നെത്താനെ അറിയാം. അതാണ് സർവജ്ഞൻ എന്ന സാധിക്കും. അപ്പൊ ആ കൃഷ്ണനെ ഗോപൻ കുമാരിമാര് അനുഭവിക്കുകയാണ്, ഗോപന്മാരും അനുഭവിക്കുകയാണ്. അതേപോലെ ബ്രഹ്മമോഹനത്തിലും ഭഗവാൻ പല രൂപങ്ങൾ ധരിച്ചു എന്ന് പറയാറുണ്ട്. ഈ രണ്ട് ലീലയിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഗുരുനാഥന്റെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ദ്വാരകയിലും ചെന്നു, മഥുരയിലും ചെന്നു. അപ്പൊ എവിടെ ചെന്നാലും കൃഷ്ണൻ 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 എന്നൊരു അനുഭവം കൃഷ്ണഭജനം ചെയ്ത് 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 നമുക്ക് നമ്മൾ ആ കൃഷ്ണ ണ്ടത് നിത്യ ആ അങ്ങോട്ട് ശീലി തോന്നി അവസാനം ഇതാണ് നമുക്ക് ശരിയായ മാർഗം, ഇതിനെ നമ്മളിലേക്ക് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക, പക്വത വരുമ്പോൾ. അപ്പോ നമ്മുടെ പൂർവികന്മാർക്ക് അറിയാതെയൊന്നല്ല, എപ്പോ ഇവർക്ക് മനസ്സിലാക്കാൻ യോഗ്യതയുണ്ടോ അപ്പൊ മനസ്സിലായിക്കോട്ടെ എന്നാ. അപ്പോ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പ്രേമഭക്തിർ വിശിഷ്യതേ, ഗോപി ഗോപീഭാവത്തിന് വശപ്പെട്ടുകൊണ്ട്
ബ്രഹ്മാന്വേഷണം ചെയ്താലും ശരി, കൃഷ്ണാന്വേഷണം ചെയ്താലും ശരി, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിന്റെയും ലക്ഷ്യം എന്താ? സംസാരത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോ സംസാരം എന്നുള്ളത് കൃഷ്ണലീലകളെ പാടിക്കൊണ്ട് നമുക്ക് അതിൽ നിന്ന് മുക്തരാവാം. അല്ലെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തെ പ്രാപിച്ചുകൊണ്ട് മുക്തരാവാൻ സാധിക്കും. സന്യാസ ജീവിതം വേണം എന്നൊന്നുമില്ല. ഗൃഹസ്ഥ ജീവിതമായാലും മതി. സന്യാസ ജീവിതമാവുമ്പോൾ ഈ ലോക വിഷയങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ചെന്ന് പിന്നെ ലോക വിഷയങ്ങളോട് മല്ലിടുന്നതാണ്. സംസാരി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആളുകളാവുമ്പോൾ എന്താ, സംസാരത്തിൽ തന്നെ വസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അപകടങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അതിനോട് കിടപിടിക്കാം. അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. സംസാരമായാലും ശരി, ഗാർഹസ്ഥ്യമായാലും ശരി, അതേപോലെ ഇവിടെ സന്യാസിയായാലും ശരി. അപ്പൊ ഇങ്ങനെ ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതാണ് ഓരോരോ ജീവന്മാരുടെയും പരമമായിട്ടുള്ള ലക്ഷ്യം. ലൗകികമായ വിഷയങ്ങള് രാജസമായിട്ടുള്ള ലീലകൾ പറയുമ്പോൾ കേശിയെ വധിക്കുന്നത്, കംസനെ വധിക്കുന്നത് ഒക്കെയാണ് നമുക്കിനി കാണാൻ സാധിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഭയം, മാനസികമായിട്ടുള്ള ഭയം, ഇതിനെയെല്ലാം ജയിക്കാൻ വേണ്ടി ഉള്ള ലീലകളായിട്ടാണ് തുടർന്നുള്ള കൃഷ്ണലീലകളെയെല്ലാം പ്രതിപാദിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ സത്സംഗത്തിൽ ഇത്രയും നേരം എനിക്ക് വന്നിരുന്ന് കുറച്ച് ഭഗവാന്റെ ഗുണങ്ങൾ അനുസ്മരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ഈ വാക്കുകളെ തുളസീ ദളങ്ങളായിട്ട് അർപ്പിക്കുകയാണ്. ഭഗവാൻ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. കായേന വാചാ മനസേന്ദ്രിയേന വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ നാരായണായേതി സമർപ്പയാമി. കർമ്മണ മനസാ വാചാ ചെയ്തപരാധങ്ങളെല്ലാം ഇന്നു ഭവാൻ പൊറുത്തിട വേണമേ വിഭോ. അന്തരംഗ പാദഭക്തി കൂടാതിരിപ്പാൻ സന്തതം ഉണക്കെ പാടവും കൃഷ്ണ കൈവണങ്ങുന്നേ. അടിയങ്ങൾ ങ്ങൾക്കെന്നും അച്യുതാ നിന്റെ നാമങ്ങൾ ചൊല്ലാൻ തോന്നണേ. നിന്നാമം ചൊല്ലും ഏവർക്കും പിന്നെ ആദിവ്യാധികളില്ലല്ലോ. വന്ദിക്കുന്നു ഞാൻ നിൻ പദാംബുജം ഗുരുവായൂർ വാഴും ഭഗവാനേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും നമുക്ക് ആ ഗോപികമാരുടെ
നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായപ്പം അതിന് പറ്റിയതായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീകാന്തനായിക്കൊണ്ട്, അല്ലെ, ലക്ഷ്മി സമേതനായിട്ടുള്ള ശ്രീകാന്തൻ ആയിക്കൊണ്ട് തന്നെ ഇന്നിവിടെ വന്നു. ഒരു വലിയൊരു ധന്യ നിമിഷം. ഭഗവാൻ ഇങ്ങനെ നേരിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് സംശയം, അല്ലേ? ഓരോന്ന് നമ്മൾ പൂർത്തിയാക്കി തരുമ്പോഴത്തേക്ക് ഓരോരുത്തരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണോ എന്ന് സംശയം. എന്തായാലും വളരെ ധന്യമായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റി നമുക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് നിമിത്തമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ സ്വീകരിക്കേണ്ടതെന്ന് പറയാണ്. എപ്പോഴും നമുക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഉപാസനകളുടെയൊക്കെ സജ്ജനങ്ങളുടെയൊക്കെ ആ ആ അനുഗ്രഹം, അല്ലെ, അത് തന്നെയല്ല നമ്മളുടെ പായസം ിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ